ക്രിസ്തുവിജ്ഞാനീയം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു മഹാദൈവമാണ്, സർവജ്ഞാനിയും സർവശക്തനും സർവ്വവ്യാപിയുമായ ദൈവമാണെന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ദൈവമാണോ അല്ലയോ എങ്ങനെ അറിയാം? ക്രിസ്തു ആരാധന സ്വീകരിച്ചു എന്നുള്ളത് അവിടുത്തെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണെന്ന് ഏതൊരു മനുഷ്യനും അറിയാം. അന്യദൈവങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മേലെ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അന്യദൈവം നിനക്കുണ്ടാകരുത്, ഞാനാകുന്നു നിൻ്റെ ദൈവമെന്ന് അരുളി ചെയ്താണ് യഹോവയായ ദൈവം മോശെ മുഖാന്തരം ന്യായപ്രമാണ കൽപ്പന അവർക്ക് നൽകിയത്. പക്ഷേ അങ്ങനെ കൽപ്പന നൽകിയ ക്രിസ്തു ആരാധന സ്വീകരിച്ചുവോ ഇല്ലയോ? ആരാധനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞൊരു വാക്ക് മത്തായി 4-ാം അധ്യായത്തിൽ നിന്നും വായിക്കുകയാണ്. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. മനുഷ്യൻ ആരെ ആരാധിക്കണം? യേശുക്രിസ്തുവിന് അതറിയാമായിരുന്നുവോ? യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിച്ച സന്ദർഭമാണ് ഈ പറയുന്നത്. അങ്ങനെ പരീക്ഷിച്ചിട്ട് ഒടുവിൽ സാത്താൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എന്നെ വീണ് നമസ്കരിച്ചാൽ അഥവാ എന്നെ ആരാധിച്ചാൽ ഈ കാണുന്ന ലോകത്തിൻ്റെ എല്ലാ മഹത്വങ്ങളും നിനക്ക് തരാം, ഇതെല്ലാം എൻ്റെ കൈവശം ഇരിക്കുകയാണ്. അതൊന്നും കർത്താവ് നിഷേധിച്ചില്ല, അതിനൊന്നും മറുപടി പറഞ്ഞില്ല. പകരം കർത്താവ് പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോ, നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നില്ലയോ? അപ്പോൾ യേശുക്രിസ്തുവിന് ഈ കാര്യം സ്പഷ്ടമായിട്ടറിയാം. താൻ സാത്താനോടത് പറഞ്ഞു. അപ്പോൾ സാത്താനും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ സാത്താനും യേശുക്രിസ്തുവിനും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ് ആരെ ആരാധിക്കണം. അതിൻ്റെ മറുപടി വ്യക്തമാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം, 10-ാം അധ്യായം 20-ാം വാക്യമൊക്കെ പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ തിരുവെഴുത്ത് എന്തു പറയുന്നു? കർത്താവ് തിരുവെഴുത്ത് ഉദ്ധരിച്ച് അവനോട് പറഞ്ഞത്, സാത്താനോട് പറഞ്ഞത്, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. അത് ആവർത്തന പുസ്തകത്തിൽ മോശെ മുഖാന്തരം ദൈവം അരുളി ചെയ്ത കാര്യമാണ്. അങ്ങനെ പറഞ്ഞ, അതറിയാവുന്ന, അത് കൽപ്പിച്ച കർത്താവായ യേശുക്രിസ്തു ആരുടെയെങ്കിലും ആരാധന സ്വീകരിച്ചിട്ടുണ്ടോ? ആരാധന സ്വീകരിക്കാൻ കഴിയുമായിരുന്നുവോ? അവനെ ആരെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ മറുപടിയാണ് പ്രാരംഭമായിട്ട് ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം എടുക്കണം. 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 5:8. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. പത്രോസ് അപ്പോസ്തോലനാകുന്നതിന് മുമ്പ് ശിമോനെ കർത്താവ് വിളിക്കുകയാണ്. അതാണ് രംഗം. അതെല്ലാം പിന്നെ നോക്കിയാൽ മതി. അവിടെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന പത്രോസിനെ കർത്താവ് സഹായിച്ചത് മഹാത്ഭുതകരമായൊരു പ്രവൃത്തിയായിരുന്നു. അത് കണ്ട് പത്രോസ് അവൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് പറഞ്ഞ്, കർത്താവേ, എന്നെ വിട്ടു പോകണമേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. കർത്താവ് എന്തു പറയണമായിരുന്നു? പത്രോസേ, നീ എഴുന്നേൽക്ക്, എന്നെ ആരാധിക്കരുത്, നമസ്കരിക്കരുത്, എന്നെ അല്ല നമസ്കരിക്കേണ്ടത്, ദൈവത്തെയാണെന്ന് പറയണമായിരുന്നു. കർത്താവ് അത് പറഞ്ഞില്ല. പത്രോസ് കർത്താവിനെ വീണ് നമസ്കരിച്ച് കർത്താവേ എന്ന് പറഞ്ഞ് ആരാധിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ആ ആരാധന സ്വീകരിച്ചു. ഇനി 24-ാം അധ്യായം 52-ാം വാക്യം വായിക്കാം. അതേ സുവിശേഷം, ലൂക്കോസ് സുവിശേഷം തന്നെ, 24-ാം അധ്യായം. അവിടെയും എന്താണ് പറയുന്നത് നോക്കാമല്ലോ. അവർ അവനെ നമസ്കരിച്ചു, മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. ഇവിടെ അവർ എന്ന് പറയുന്നത് കേവലം പത്രോസ് മാത്രമല്ലല്ലോ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട ആളുകൾ, ശിഷ്യന്മാർ, സഹോദരിമാർ, സ്ത്രീകൾ, അവർ കർത്താവിനെ കണ്ട് സന്തോഷിച്ചു. എന്നിട്ട് അവൻ്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിച്ചു. അപ്പോൾ കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ് കണ്ട അവർ പേടിച്ചു മാറി നിൽക്കുകയല്ല,
അവനാണ് സാക്ഷാൽ ദൈവമെന്ന് മനസ്സിലായി ആ പാദങ്ങളിൽ വീണ് അവനെ ആരാധിക്കുകയായിരുന്നു. ഒരിക്കൽ പോലും കർത്താവ് അതിന് തടസ്സം പറഞ്ഞില്ല. അങ്ങനെ എന്നെ ആരാധിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന അർത്ഥത്തിൽ തന്നെ കർത്താവ് അവരുടെ ആരാധന സ്വീകരിക്കുകയായിരുന്നു. മത്തായി 14 അധ്യായം എടുക്കാം, 33 വാക്യം. ഇതേ കാര്യം തന്നെ അവിടെ ആവർത്തിച്ചു പറയുന്നുണ്ട്. കർത്താവിനെ നമസ്കരിച്ച കാര്യം 14 അധ്യായം 33 വാക്യത്തിൽ മത്തായി രേഖയാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ കാറ്റും കടലും കർത്താവിൻ്റെ വാക്കിന് മുമ്പിൽ അമർന്നു. കർത്താവ് അവരെ ശാസിച്ചപ്പോൾ കാറ്റും കടലും കൂടെ ശാന്തമായി. ഈ പ്രപഞ്ചത്തിന് മേൽ യേശുക്രിസ്തുവിൻ്റെ പരമാധികാരം കണ്ടിട്ട് അപ്പോസ്തലന്മാർ പേടിച്ചിരുന്ന അപ്പോസ്തലന്മാർ സന്തോഷത്തോടെ, ധൈര്യത്തോടെ, നന്ദിയോടെ പറഞ്ഞു, നീ സത്യമായിട്ടും ദൈവപുത്രനാണ് എന്ന് പറഞ്ഞാൽ നീ സത്യമായിട്ടും ദൈവമാണ് കർത്താവേ, ഞങ്ങളത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കാൽക്കൽ വീണ് അവനെ ആരാധിച്ചു. ഒരു ഭാഗം കൂടെ നോക്കാം. യോഹന്നാൻ 13 അധ്യായം 13 വാക്യം. ഇങ്ങനെ അടിക്കടി പല പ്രാവശ്യം ശിഷ്യന്മാരും കർത്താവിനെ സ്നേഹിച്ച പലരും അവനെ ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. കർത്താവ് അതിന് എങ്ങനെ പ്രതികരിച്ചു എന്നുകൂടെ നോക്കാം. 13:13 യോഹന്നാൻ എഴുതിയ സുവിശേഷം. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അങ്ങനെ വിളിച്ചാൽ നിങ്ങൾ എന്നെ ആരാധിക്കുന്നത്, നമസ്കരിക്കുന്നത് ശരിയാ. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളാ പറയുന്നത് ശരിയാ. ഞാൻ കർത്താവാണ്, ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. അല്ലാതെ അതിന് അങ്ങനെ ചെയ്യരുത് എന്ന് കർത്താവ് പറയുകയല്ല, പകരം ചെയ്തതിനെ അംഗീകരിച്ച് അഭിനന്ദിക്കുകയായിരുന്നു. യേശുക്രിസ്തു ആരാണ്? അവൻ ആരാധിക്കാൻ, ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായ ദൈവം. ആരാധിക്കുന്നെങ്കിൽ അവനെ വേണം ആരാധിക്കുവാൻ. കർത്താവായ യേശുവിനെ ആരാധിക്കുവാൻ അവിടുന്ന് യോഗ്യനാണ്. അവിടുന്ന് സർവാരാധ്യനായ മഹാദൈവമാണ്. ഇനി എബ്രായലേഖനം 1 അധ്യായം 6 വാക്യം നോക്കാം. പിതാവായ ദൈവം ഈ കാര്യത്തെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് അതുകൂടെ നോക്കുന്നല്ലതല്ലേ. നമ്മുടെ മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് ഈ ആരാധന സ്വീകരിച്ചു, അത് പിതാവായ ദൈവത്തിന് അനിഷ്ടമായി പോയോ? നമ്മുടെ ഭാഷയും ചിന്തയൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. എന്നാൽ അതിനെക്കുറിച്ചും വേദപുസ്തകം പറയുന്നുണ്ട്. എബ്രായലേഖനം 1:6 വാക്യം. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ നമസ്കരിക്കണം, അല്ലെങ്കിൽ ആരാധിക്കണമെന്ന് ദൈവം അരുളി ചെയ്തുവെന്ന എബ്രായലേഖനകാരൻ പറയുന്നത്. അപ്പം ഈ സംഭവങ്ങളിൽ പിതാവായ ദൈവം സംപ്രീതനായി. പിതാവ് അവനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ പുത്രനെ, മഹാദൈവത്തെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയക്കുകയാണ്. അവനെ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും വണങ്ങണം, ആരാധിക്കണം, നമസ്കരിക്കണം. അപ്പോൾ കർത്താവായ യേശു ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായ ദൈവമാണ്. തീർന്നില്ല. ഫിലിപ്പിയലേഖനം 2 അധ്യായത്തിലേക്ക് വരാം. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. തീർന്നില്ല. കർത്താവായ യേശു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവനെക്കുറിച്ച് പറയുന്ന വേറൊരു പ്രസ്താവനയാണ് ഫിലിപ്പിയർ 2 അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പിതാവായ ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. എന്നിട്ട് സ്വർലോകരും ഭൂലോകരും അധോലോകരും തങ്ങളുടെ മുഴങ്കാലൊക്കെയും മടക്കുകയും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതും നമസ്കരിക്കുന്നതും മാത്രമല്ല, അന്ത്യന്യായവിധിയിലേക്ക് പോകുന്ന ആളുകൾ മുട്ടിന്മേൽ നിന്ന് യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നരകത്തിലേക്ക് പോകുന്നതും ദൈവഹിതപ്രകാരമാണ്. ദൈവത്തിന് അത് ഇഷ്ടമാണ്. ദൈവമാണ് ആ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആരെന്ന ചോദ്യത്തിൻ്റെ മറുപടി വ്യക്തമാണ്. ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായ മഹാദൈവമാണ്. തീർന്നില്ല.
ആദിമസഭ ആരെ ആരാധിച്ചു എന്ന ചോദ്യത്തിന് വാക്യങ്ങളൊന്നും വായിക്കേണ്ട കാര്യമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ സഭ ആരംഭിക്കുന്നു. 2-ാം അധ്യായത്തിൽ തന്നെ സഭ കൂടി വന്ന് ആരാധിക്കുന്നു. അങ്ങനെ സഭ ആരാധിക്കുന്നതും തുടർന്ന് സഭ പ്രാർത്ഥിക്കുന്നതുമെല്ലാം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിറയെ നാം വായിക്കുന്നുണ്ട്. അവിടെയെല്ലാം അവരാരാധിച്ചതും അവർ വിളിച്ചപേക്ഷിച്ചതും കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ ആദിമസഭ, ആദിമ പിതാക്കന്മാർ ആരാധിച്ചത് കർത്താവായ യേശുവിനെ ആയിരുന്നു. അപ്പോൾ ആരാധന സ്വീകരിപ്പാൻ യേശുക്രിസ്തു യോഗ്യനെന്ന് ഈ സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നു. തീർന്നില്ല. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം എടുക്കണം. 12-13 വാക്യം. 5-ാം അധ്യായം സ്വർഗത്തിലെ ദൈവിക ആരാധനയുടെ ഒരു ചിത്രമാണ്. ആ ആരാധനയുടെ മധ്യത്തിൽ അവിടെ എന്ത് സംഭവിച്ചു? വായിക്കുന്ന ശ്രദ്ധിക്കുക. 12-13 വാക്യങ്ങൾ, വെളിപ്പാട് 5-ാം അധ്യായം. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അവിടെ പിതാവായ ദൈവത്തെയും പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെയും നമ്മൾ കാണുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് ബൈബിൾ ധാരണയുള്ളവർക്ക് മനസ്സിലാകും. അവിടെ നമ്മൾ വായിച്ചത് സ്വർഗീയ ജീവികളായ ദൂതന്മാർ, മൂപ്പന്മാർ, ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരെല്ലാം കൂടെ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടേ, നീ സ്തുതിക്ക് യോഗ്യൻ, നീ സ്തോത്രം സ്വീകരിപ്പാൻ യോഗ്യൻ. അറുക്കപ്പെട്ട കുഞ്ഞാടേ, ആരാധന സ്വീകരിപ്പാൻ നീ യോഗ്യൻ, നീ യോഗ്യൻ എന്ന് പറഞ്ഞ് അവരാരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും ആരാധന സ്വീകരിക്കുന്ന ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഇതിനേക്കാൾ തെളിവുകൾ നമുക്ക് ആവശ്യമുണ്ടോ? കർത്താവ് കേവലം ഒരു മനുഷ്യൻ മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ലെന്ന് നമുക്കറിയാം. ഇനി അതല്ല, ചില ദുരുപദേശകർ പറയുന്നത് പോലെ ആദ്യം സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരുടെ ഒരു നേതാവായിരുന്നെങ്കിൽ അപ്പോഴും ഇങ്ങനെ സംഭവിക്കുകയില്ല. ദൂതന്മാർ ആരാധന സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതിനുവേണ്ടി ആഗ്രഹിച്ചവൻ ലൂസിഫറായി മാറിയതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കർത്താവായ യേശുവാണ് മഹാദൈവമെന്ന് ഈ സംഭവങ്ങൾ നമ്മളെ വെളിപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2 ഭാഗം കൂടെ ഈ ബന്ധത്തിൽ നോക്കണം. കേവലം മനുഷ്യരായിരിക്കെ അവരെത്ര ഉന്നതന്മാരാണെങ്കിലും ദൈവത്തിന് കിട്ടേണ്ട ആരാധന സ്വീകരിക്കാൻ തയ്യാറായാൽ അതിൻ്റെ ദൂഷ്യഫലം എന്തായിരിക്കും, അനന്തരഫലം എന്തായിരിക്കുമെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജഭരണമുള്ള കാലത്ത്, ചക്രവർത്തിമാർ ഭരിക്കുന്ന കാലത്ത് നാം അറിയുന്നത് പോലെ അന്ന് അവരെ ആരാധിക്കണം എന്നൊരു ആജ്ഞയുണ്ടായിരുന്നു പല രാജ്യത്തും. രാജാക്കന്മാർക്കത് സുഖമായിരുന്നു, ഇഷ്ടമായിരുന്നു. ജനമെല്ലാം കൂടെ വന്ന് നീയാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കുന്നത് കേൾക്കാൻ ഒരു രസമായിരുന്നു. അങ്ങനെ ആരാധന സ്വീകരിച്ച 2 രാജാക്കന്മാരെക്കുറിച്ച് പറയുകയാണ്. ആദ്യം നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം എടുക്കണം. 20ഉം 23ഉം വാക്യം വായിക്കണം. ഹെരോദാ രാജാവ്, അവൻ അഹങ്കാരിയായി കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനായ യാക്കോബിനെ പിടിച്ച് വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് ഇഷ്ടമായി എന്ന് മനസ്സിലായപ്പോൾ പത്രോസിനെ കൊല്ലാനായിട്ട് പിടിച്ച് തടവിലിട്ടു. അങ്ങനെ 12-ാം അധ്യായത്തിൽ ആ വിഷയം പറഞ്ഞു വരികയാണ്. അങ്ങനെ വന്നിട്ട് ഹെരോദാവ് ഒരിക്കൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ജനം ചുറ്റുമുണ്ട്. അവരെന്തു പറഞ്ഞു നോക്കുക. 20 മുതൽ 23 വരെ വാക്യങ്ങൾ, പ്രവൃത്തി 12-ാം അധ്യായം. അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്തു നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏകമനസ്സോടെ അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാകിയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഹെരോദാ രാജാവിൻ്റെ ദാരുണമായ അന്ത്യമാണ് നമ്മൾ ഈ വായിച്ചത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ജനങ്ങൾ അവനെ പ്രശംസിച്ചു. ഈ രാജാക്കന്മാർ അങ്ങനത്തെ മണ്ടന്മാരാണെന്ന്, പൊങ്ങന്മാരാണെന്ന് ജനത്തിനറിയാം. ഭരണകർത്താക്കളെ സ്തുതിക്കുന്നതും അവരെ ബഹുമാനിച്ച് ആരാധിക്കുന്നതൊക്കെ ഭയങ്കര സുഖമുള്ള കാര്യമാണ്. ഹെരോദാവിന് അതങ്ങ് ഇഷ്ടമായി.
ഇവർ ഹെരോദാവ് സംസാരിച്ച് പറഞ്ഞു, ഇതൊരു മനുഷ്യൻ്റെ ശബ്ദമല്ല, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവം സംസാരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുകയാണ്. ഓ, കേൾക്കാൻ എന്ത് സുഖമുള്ള വാർത്ത! ഹെരോദാവിനത് ഇഷ്ടമായി, ഹെരോദാവ് അത് അംഗീകരിച്ചു. നാം വായിക്കുന്നത്, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ഹെരോദാവ് എന്തു പറയണമായിരുന്നു? പ്രജകളോട് പറയണമായിരുന്നു, സ്നേഹിതന്മാരെ, ഞാൻ ദൈവമല്ല, ഞാൻ ദേവനുമല്ല, എന്നെ ആരാധിക്കരുത്, എന്നെ നമസ്കരിക്കരുത്, ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്ന് പറയണമായിരുന്നു. അതറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഹെരോദാവ് അതിന് മനസ്സ് വെച്ചില്ല. സംഭവിച്ചത്, ഹെരോദാവ് കൃമിക്കിരയായി മാറി. ദൈവത്തിൻ്റെ ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? കേവലം ഒരു മനുഷ്യന് ആരുടെയും ആരാധന സ്വീകരിക്കുവാൻ അർഹതയില്ല എന്നുള്ളതാ. ഒരു സംഭവം കൂടെ വായിക്കാം. ദാനിയേലിൻ്റെ പ്രവചനം 4-ാം അധ്യായം. അവിടെ മഹാനായ നെബൂഖദ്നേസർ ചക്രവർത്തിയെ നമ്മൾ കാണുകയാണ്. അദ്ദേഹം ബാബേൽ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. 4-ാം അധ്യായം 29 മുതൽ 32 വരെ മാത്രമേ നമ്മളിപ്പോൾ വായിക്കുന്നുള്ളൂ. 4-ാം അധ്യായം പിന്നെ വായിച്ച് നോക്കിയാൽ മതി. അവിടെ ഈ മഹാനായ നെബൂഖദ്നേസർ അവൻ്റെ രാജകൊട്ടാരത്തിൽ ഉലാത്തുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. 4:29-32. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായതെന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടിത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. നെബൂഖദ്നേസർ രാജാവിനോട് സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം. ദൈവത്തിനെതിരെ അഹങ്കരിച്ച് ദൈവത്തിൻ്റെ മഹത്വം അവൻ എടുക്കാൻ ആഗ്രഹിച്ചതിൻ്റെ അനന്തരഫലം. ഇത് എൻ്റെ പ്രതാപ മഹത്വത്തിനായി ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലയോ? പ്രിയപ്പെട്ടവരെ, ബാബേൽ സാമ്രാജ്യം അവൻ്റേതായിരിക്കും. പക്ഷേ സാമ്രാജ്യത്തിൽ അധിപൻ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അങ്ങനെ സാമ്രാജ്യ അധിപനെ എഴുന്നേൽപ്പിക്കുകയും താഴെ വീഴിക്കുകയും ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. നെബൂഖദ്നേസർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ആരാധന, സ്വയം പുകഴ്ച സ്വീകരിച്ചപ്പോൾ സംഭവിച്ചത്, ഒരു കാളയെപ്പോലെ ദൈവം അവനെ പുല്ലു തീറ്റിച്ചു. ഒരു മൃഗത്തിന് സമാനമായിട്ട് ദൈവം അവനെ താഴ്ത്തിക്കളഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട നമസ്കാരവും മനുഷ്യന് കൊടുത്താൽ, മനുഷ്യനത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ, അങ്ങനെയുള്ളവരുടെ മേൽ ദൈവം തന്നെ ന്യായത്തീർപ്പ് നടത്തും. നാം വായിക്കുന്നുണ്ട്, ഞാൻ യഹോവയായ ദൈവം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിന് കൊടുക്കുകയില്ല. ആ ദൈവത്തിൻ്റെ നിശ്ചയദാർഢ്യമുള്ള തീരുമാനമാണ്. ദൈവത്തിന് കിട്ടേണ്ട മഹത്വവും ആരാധനയും ദൈവം മറ്റൊരാൾ കൈവയ്ക്കുവാൻ സമ്മതിക്കുകയില്ല. അതിന് കനത്ത ശിക്ഷ നൽകിയിരിക്കും. ഇവിടെ ന്യായമായി നാം ഓർത്തിരിക്കേണ്ടത്, ഈ വർത്തമാനകാലത്ത് നാം ഒരുപാട് ആരാധന സ്വീകരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ദൈവം ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്നുള്ളത് ആശ്ചര്യത്തോടെ ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവങ്ങളായിട്ട് അവകാശപ്പെട്ട് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ബഹുമാനവും സ്വയം വാങ്ങിക്കൊണ്ട് തങ്ങളാണ് ദൈവങ്ങളെന്ന് അഭിമാനിക്കുന്ന എത്രയോ സ്ത്രീ പുരുഷന്മാരെ നമ്മുടെ രാജ്യം കാണുന്നുണ്ട്. അതെല്ലാം ദൈവം വിധിക്കട്ടെ. പക്ഷെ നാം ഓർത്തുകൊള്ളണം, നാം അറിഞ്ഞോ അറിയാതെയോ സത്യദൈവത്തിന് പകരം മറ്റൊന്നിനെയും ആരാധിക്കുന്നത് ദൈവം ക്ഷമിക്കുന്ന പാപമല്ല, സഹിക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും അതിന് ശിക്ഷാവിധി ഉണ്ടാകും. അത് ഓർത്തു വേണം നാം പെരുമാറുവാനായിട്ട്. 2 സംഭവങ്ങൾ കൂടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാർ, അവരെ ആരാധിക്കാനായിട്ട് ചിലർ വന്നപ്പോൾ അവരുടെ നിലപാടെന്തായിരുന്നു? പെരുമാറ്റം എങ്ങനെയായിരുന്നു? കർത്താവായ യേശുവിനെ ആരാധിച്ചവരെ യേശു തടയാതെ കർത്താവ് ആരാധന സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ, അവിടുത്തെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരോട് ജനം പെരുമാറിയ വിധമുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 24 മുതൽ 26 വരെയാണ്. അവിടെ
കൊർന്നല്യോസ് എന്ന് പറയുന്ന പട്ടാള മേധാവി ദൈവദൂതൻ്റെ അരുളപ്പാടനുസരിച്ച് പത്രോസ് അപ്പോസ്തലനെയും കൂട്ടു സഹോദരന്മാരെയും തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആ പത്രോസ് വരുന്നതാണ് രംഗം. നമുക്ക് 10-ാം അധ്യായം 24 മുതൽ 26 വരെ വായിച്ചു നോക്കാം. പിറ്റന്നാൾ കൈസര്യയിലെത്തി അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്തു കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. കൊർന്നല്യോസ് ഭയപരവശനായി. ദൈവത്തിൻ്റെ അരുളപ്പാട് നിമിത്തം ഒരു പത്രോസ് വന്നിരിക്കുന്നു. അദ്ദേഹം അമ്പരന്നു പോയി. അദ്ദേഹം പത്രോസിനെ കണ്ട വഴി കാൽക്കിലേക്ക് വീണ് അവനെ നമസ്കരിച്ച് ആരാധിക്കാൻ തുടങ്ങി. പത്രോസ് പറഞ്ഞു, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനാണ്, എന്നെ ആരാധിച്ചുകൂടാ. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹയ്ക്ക് ആ പരിജ്ഞാനമുണ്ടായിരുന്നു, എന്നിട്ട് അവൻ്റെ ഗുരുവായ ക്രിസ്തുവിന് ആ പരിജ്ഞാനമില്ലായിരുന്നു എന്നാണോ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? അല്ല. കർത്താവായ യേശു ക്രിസ്തു ദൈവവും പത്രോസ് കേവലം മനുഷ്യനുമാണ് എന്നത് തെളിയിക്കുന്നു. ഒരു സംഭവം കൂടെ. പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇത് പൗലോസ് അപ്പോസ്തലനും ബർന്നബാസും കൂടെ ചെല്ലുന്നതാണ് രംഗം. വായിക്കാം. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നതെന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പത്രോസും ബർന്നബാസും ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട് ജനം ആശ്ചര്യപ്പെട്ടു. ആ നഗരത്തിലെ ക്ഷേത്രത്തിൻ്റെ പൂജാരികൾ അവർ കാളയെ അറക്കുവാനും മാലയുണ്ടാക്കി അപ്പോസ്തലന്മാരെ സ്വീകരിക്കുവാനും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഇവർക്ക് നൽകുവാനും തീരുമാനിച്ചു. ഇത് കണ്ട പൗലോസും ബർന്നബാസും തങ്ങളുടെ വസ്ത്രം തന്നെ വലിച്ചു കീറി ശക്തമായ പ്രതിഷേധവും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ വ്യർത്ഥകാര്യം ഉപേക്ഷിക്കണം. ഞങ്ങളെ ആരാധിക്കരുത്. ആകാശവും ഭൂമിയും സ്വർഗവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഞങ്ങളെ നമസ്കരിക്കരുത്. ഞങ്ങൾ നിങ്ങളെപ്പോലെ കേവലം മനുഷ്യർ മാത്രമാണ്. നമുക്കിതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താ? അപ്പോസ്തല പിതാക്കന്മാരാകട്ടെ മറ്റു വിശുദ്ധന്മാരാകട്ടെ അവരാരും ആരാധന സ്വീകരിച്ചില്ല. അവരെ ആരാധിക്കുന്നത് അവരിഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടതാണ് ആരാധന എന്ന വസ്തുത അവർക്കറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരിന്ന് ഈ ഭൂമിയിലേക്ക് വന്നിരുന്നെങ്കിൽ, കേരളത്തിലേക്ക് വന്നിരുന്നെങ്കിൽ, ഇന്ത്യയിലേക്ക് വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പോസ്തലന്മാരുടെ പേരിൽ മറ്റുള്ള പുണ്യവാളന്മാരുടെയും പുണ്യവതികളുടെയും പേരിൽ നടക്കുന്ന ആരാധനയും നമസ്കാരവും അതെല്ലാം എന്തുമാത്രം അവരെതിർക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ഭയപ്പെടുക, അന്ധവിശ്വാസവും അനാചാരവും അവസാനിപ്പിക്കുക, എന്നിട്ട് ദൈവത്തെങ്കിലേക്ക് മാനസാന്തരപ്പെടുക. അതാണ് പൗലോസ് പറഞ്ഞത്. അതാണ് ഞങ്ങൾക്കും പറയാനായിട്ടുള്ളത്. ഒരു ഭാഗം കൂടെ നോക്കി നമ്മളിപ്പോൾ ഇത് അവസാനിപ്പിക്കുക. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8ഉം 9ഉം വാക്യം. വെളിപ്പാട് പുസ്തകത്തിലെ അത്ഭുതകരമായ കാര്യങ്ങളെല്ലാം യോഹന്നാൻ അപ്പോസ്തലനെ ഒരു ദൂതൻ കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം കണ്ട് ഭയപരവശനായ അത്ഭുത പരതന്ത്രനായ യോഹന്നാൻ്റെ നില തെറ്റിപ്പോയി, സ്ഥാനം മറന്നുപോയി. യോഹന്നാൻ എന്തു ചെയ്തു നോക്കുക. 22-ന്റെ 8, 9 വെളിപ്പാട് പുസ്തകം. ഇതു കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക എന്ന് പറഞ്ഞു. യോഹന്നാൻ അത്ഭുതത്തോടു കൂടെ ദൂതനെ ആരാധിക്കുക. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന ദൂതനല്ലേ? യോഹന്നാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ ദൂതൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അരുത്, എന്നെ നമസ്കരിക്കരുത്, ദൈവത്തെ നമസ്കരിക്കുക. ഞാൻ നിങ്ങളുടെ സഹഭൃത്യനത്രേ. ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നവനാണ് ദൈവദൂതൻ. എന്നെ ആരാധിക്കരുത്, നമസ്കരിക്കരുത്.
ദൂതൻ ആരാധന വിലക്കി. അപ്പോൾ അപ്പോസ്തലനായ പത്രോസാണെങ്കിലും പൗലോസാണെങ്കിലും ബർന്നബാസാണെങ്കിലും ദൈവദൂതനാണെങ്കിലും അവരാരും ആരാധന സ്വീകരിച്ചില്ല. അവരെല്ലാവരും ആരാധനയെ തടഞ്ഞു, ദൈവത്തെ ആരാധിക്കുക എന്നാവശ്യപ്പെട്ടു. ഇവിടെ പിന്നെയും എൻ്റെ സംശയം, ഇത്ര പോലും പരിജ്ഞാനമില്ലാതെയാണോ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്? അവൻ്റെ മുമ്പാകെ വീണ് അവനെ നമസ്കരിച്ച, അവനെ ആരാധിച്ച എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതെല്ലാം അവൻ സ്വീകരിച്ചു, ആരോടും എതിര് പറഞ്ഞില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അവിടുന്നാണ് സാക്ഷാൽ ദൈവം. ആരാധനയ്ക്ക് യോഗ്യൻ അവിടുന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കാവൂ, നമസ്കരിക്കാവൂ, അനുസരിക്കാവൂ എന്നുള്ള സത്യം ഈ സംഭവങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കണമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോലെ ആരാധ്യരാരുമില്ല. അവനാണ് ആരാധന സ്വീകരിപ്പാൻ യോഗ്യൻ. നീ യോഗ്യൻ, നീ യോഗ്യനെന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അവിടുന്നാണ് യോഗ്യൻ. അതുകൊണ്ട് പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ഈ കർത്താവിനെ ആരാധിച്ച് നമ്മുടെ ശിഷ്ടായുസ് കഴിക്കുവാൻ ഈ ചിന്തയും മുഖാന്തരമായി തീരട്ടെ. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.